ആറ്റുകാൽ പാട്ട് തുടങ്ങിയ ഉടനെ തന്നെ റോഡിലൊക്കെ അടുപ്പുകൾ ഇപ്പോഴേ ആളുകൾ കൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. മാർച്ച് 3-നാണ് പൊങ്കാല. എങ്കിലും ഇപ്പോഴേ അടുപ്പൊക്കെ കൂട്ടി അടുപ്പിൻ്റെ പുറത്ത് പേരും നൂലും ഒക്കെ ഇട്ട് ആൾക്കാർ റോഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റാരും വന്ന് ഇരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് പൊതുവെ അങ്ങനെയാണ്. നമുക്ക് ആറ്റുകാൽ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷവും ഒക്കെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ആർക്കും ഉറക്കമൊന്നുമില്ല കേട്ടോ. എല്ലാവരും അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ കാണാൻ സാധിക്കും. വിളക്ക് പിന്നെ ദേവിയെ തൊഴുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് കാലത്തെ നമ്മളിങ്ങനെ ലൈറ്റ് കാണാനായിട്ട് ഇറങ്ങുന്നൊരു ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും വലിയ പുതുമയൊന്നും അല്ലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള ഉത്സവ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ആറ്റുകാൽ ഉത്സവത്തിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉത്സവ സമയത്താണ് സീരിയൽ ബൾബുകളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഇടാറുള്ളത്. ഇത്ര അളവിലൊന്നും അല്ല, ഇതുപോലെയൊക്കെ തന്നെ മുമ്പ് ഇടുമായിരുന്നു. അപ്പം ഞങ്ങൾക്കത് കാണാനൊരു കൗതുകമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഞങ്ങൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നത് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഓർമ്മ വരുവാണ് കേട്ടോ. 10 ദിവസം വ്രതം എടുത്ത് പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇട്ട് നമ്മുടെ എന്താ കാര്യങ്ങളും സാധിക്കുമെന്നാണ്, ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു നിവേദ്യമുണ്ട് കേട്ടോ, വെള്ളച്ചോറ് നിവേദ്യം. സാധാരണ എല്ലാവരും പായസവും തിരളിയൊക്കെയാണ് ഇടാറ്. എന്നാൽ വെള്ളച്ചോറാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ പിന്നീട് ഐതിഹ്യ കഥയുണ്ട്. അത് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അമ്മേ ശരണം, ദേവി ശരണം. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. താങ്ക് യു.